ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അർജുനും അർജുന്റെ അളിയനും അതുപോലെ മനാഫും, ഇവര് മൂന്നുമാണ് കഥാപാത്രങ്ങൾ. മനാഫിനെ വേണ്ടതിലും അധികം സോഷ്യൽ മീഡിയ പുകഴ്ത്തിയിരുന്നു, വളരെ കൂടുതലായിട്ട് പുകഴ്ത്തിയിരുന്നു. അത് ശിരൂര് ആദ്യം മണ്ണിടിച്ചിലുണ്ടായി, അർജുനെ കാണാതെ പോകുന്നു. അതിനുശേഷം കുടുംബം പരാതി കൊടുക്കുന്നു, ഒരു ഇതും ഉണ്ടാവുന്നില്ല. പിന്നീട് വാർത്തകളിൽ വരുന്നു, പ്രത്യേകിച്ച് ആദ്യം 24-ലാണ് ഞാൻ കാണുന്നത്. 24-ല് ശ്രീകണ്ഠൻ നായരുടെ ഷോയിൽ അർജുന്റെ കുടുംബം വിളിച്ചിട്ട് ഇതുപോലെ 3 ദിവസമായിട്ട് കാണുന്നില്ല, ഫോണിൽ റേഞ്ച് വന്നു, ഇന്ന സ്ഥലത്താണ് ട്രാക്ക് ചെയ്തപ്പോൾ മനസ്സിലായി. അങ്ങനെ ഉടൻ തന്നെ ശ്രീകണ്ഠൻ നായർ ഗണേഷ്, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ഗണേഷ് കുമാറിനെ ഫോൺ ചെയ്യുന്നു. അവിടെ വെച്ച് അവർ സംസാരിക്കുന്നു. പിന്നീട് ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. അവിടെ വലിയൊരു മണ്ണിടിച്ചിലുണ്ടാവുന്നു, അവിടെ ഉണ്ടായിരുന്ന ഒരു കടയും കുറെ അധികം ആളുകളെ കാണാതാവുന്നു. ഗംഗാവാലി പുഴ ഭയങ്കര വലിയ രീതിയിൽ ഒഴുകിപ്പോകുന്നു, ഒരുപാട് മനുഷ്യരെ കാണാതാവുന്നൊക്കെ നമ്മൾ അറിഞ്ഞാണ്. അതിനുശേഷം കേന്ദ്രത്തിൽ നിന്നും അടക്കമുള്ള നേതാക്കന്മാരുടെ ഇടപെടൽ മൂലം കർണാടക ഗവൺമെന്റ് പോലത്തെ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുന്നു. അങ്ങനെ 70 ദിവസത്തെ പരിശ്രമം, ഈ 70 ദിവസത്തെ പരിശ്രമത്തിന് ഒടുവിൽ അർജുന്റെ ബോഡി കിട്ടുന്നു. ആ വണ്ടിക്കകത്തുനിന്ന് തന്നെ, വണ്ടി ആദ്യം മണ്ണിനടിയിലാന്ന് പറഞ്ഞ് മണ്ണ് മാറ്റുന്നു. കേരളത്തിൽ നിന്ന് അടക്കം ഒരുപാട് സന്നദ്ധ പ്രവർത്തകരൊക്കെ ചെന്നു. ഒരുപാട് വലിയ സഹായങ്ങൾ അവിടെ കിട്ടി. കേരള സർക്കാർ അർജുന്റെ ഭാര്യയ്ക്ക് സഹകരണ സംഘത്തിൽ ജോലി കൊടുക്കുന്നു. അങ്ങനെ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയ, നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനമൊക്കെ കഴിയുന്ന രീതിയിൽ പല മനുഷ്യരും ചേർന്ന് നടത്തിയ ഒരു പ്രവൃത്തിയൊക്കെ തന്നെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ മനാഫ് എന്ന് പറയുന്ന ആളാ ലോറിയുടെ ഉടമ, അദ്ദേഹത്തിന്റെ ലോറിയുമാണ് അർജുൻ ഓടിച്ചിരുന്നത്. അപ്പൊ ഉടമ അവിടെ ആദ്യത്തെ ദിവസം തൊട്ടുണ്ട്. അന്ന് തൊട്ട് അയാൾക്കൊരു വിമർശനങ്ങളുണ്ട്. അദ്ദേഹം അതിനു വേണ്ടിയല്ല, ആ ലോറി കിട്ടാനാണ്, ഇൻഷുറൻസ് കിട്ടാനാണ്. അദ്ദേഹത്തിന് എന്തായാലും ഇത് കൊണ്ടുപോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ തടിയും കയറ്റി വിടുന്നത്, അത് മുതലാക്കാൻ വേണ്ടിയാവുന്നുള്ള ഒരു വിമർശനം ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം 70-ാമത്തെ ദിവസം ബോഡി കിട്ടുമ്പോഴും മനാഫ് അവിടെ ഉണ്ട്, അർജുന്റെ കുടുംബമുണ്ട്. അവരവിടെ ഭയങ്കരമായിട്ട് ശ്രമിച്ചതാക്കിയായിട്ട് മാധ്യമങ്ങളുടെ വാഴ്ത്തുപാട്ടിൽ മനാഫിനെ പോലെ സുഹൃത്തിനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സോഷ്യൽ മീഡിയ തള്ളുകളും ഒക്കെ നമ്മൾ കണ്ടു. അതിന് ശേഷം ഇപ്പോൾ അർജുന്റെ ബോഡി കിട്ടി, അടക്കം കഴിഞ്ഞിട്ട് ഇന്നലെ കുടുംബം ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് മനാഫ് ഇത് വെച്ച് മുതലെടുപ്പ് നടത്തുകയാണ്. അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതുവഴി അദ്ദേഹം പണം സമ്പാദിക്കുന്നു തുടങ്ങിയ നിരവധി ആരോപണങ്ങളുമായിട്ട് കുടുംബം രംഗത്ത് വരുന്നു. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ യൂട്യൂബ് ചാനലിലാണ് സംസാരിക്കുന്നത്. 10,000 സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യം കുറച്ച് വ്യൂസും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എത്ര രൂപ ഇൻകം വരും എന്ന് എനിക്ക് പറയാൻ സാധിക്കും. എത്ര രൂപ, അത് ഞാൻ മനാഫിന്റെ ചാനൽ നോക്കി അതിൽ മാക്സിമം എത്ര വ്യൂസ് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഒന്നും കിട്ടാനില്ല. ഒരു 70 ദിവസം കഴിഞ്ഞ് നിന്നെങ്കിലും അവിടെ മോണിറ്റൈസേഷൻ ആവാൻ 1 മാസം എടുക്കും, അതിനുശേഷം ഫണ്ട് വരാൻ 1 മാസം എടുക്കും, അങ്ങനെ 2 മാസം. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചിലപ്പോൾ ആദ്യത്തെ പൈസ കിട്ടിക്കാണുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതും ലക്ഷക്കണക്കിന് രൂപ ഒന്നും കിട്ടത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ഇതിന് ഭംഗിക്ക് വേണ്ടി കിട്ടിയെന്ന് തന്നെ പറയാം. ഈ മനാഫ് മനാഫിന്റെ ഒരു ഇത് വന്നായിരുന്നു ഇന്നലെ. അർജുന്റെ അളിയൻ ജിതിനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ശേഷം മനാഫ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല, ഇതുപോലെ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ലോറി ഉടമ മനാഫ് എന്ന് തന്നെയാണ് ഇട്ടത്. അത് ഈ കാര്യങ്ങൾ പറഞ്ഞു. ബോഡി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ പോലും പുള്ളി ചെയ്തിട്ടില്ല. വേണമെങ്കിൽ അതൊക്കെ ചെയ്യാമായിരുന്നു, അതുവഴി എനിക്ക് സമ്പാദിക്കേണ്ട കാര്യമില്ല, എനിക്ക് വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട് എന്നൊക്കെയാണ് മനാഫ് പറഞ്ഞത്. ഇതിനൊരു രാഷ്ട്രീയ മുഖം കൂടി വരുന്നുണ്ട്. കാരണം അർജുനെ സംബന്ധിച്ച് അർജുൻ ഒരു സഖാവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ലെവലിലാണ് കേരളം മൊത്തം പ്രചരണം നടന്നത്. കാരണം അർജുൻ പൊതിച്ചോറ് കൊടുക്കുന്ന സഹാക്കന്മാരുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ പരിചരിച്ചിരുന്നു. അതിനുശേഷം ജിതിൻ എന്ന് പറയുന്ന ആളൊരു സംഘപരിവാർ അനുഭാവിയാണ്. അദ്ദേഹം കുളം കലക്കാൻ നോക്കുന്നതാണ് പറഞ്ഞത്. ആ കുളം കലക്കലിന് ഇതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ചില സംഘപരിവാർ പ്രൊഫൈലുകൾ, സീറ്റ് മണിക്കർ ഉൾപ്പെടെയുള്ള സംഘപരിവാർ പ്രൊഫൈലുകൾ മനാഫിനെ വിമർശിച്ചുകൊണ്ട് വന്നു. എനിക്കിവിടെ മനാഫ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ലോറിയും അദ്ദേഹത്തിന്റെ ഡ്രൈവറെ നഷ്ടപ്പെടുന്നു. ആ ഡ്രൈവറിന് വേണ്ടി അദ്ദേഹം ചെല്ലുന്നു, അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. സത്യത്തിൽ ഒരു മുതലാളി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പോയെങ്കിൽ അവര് സംവിധാനങ്ങൾ വഴി ശ്രമിക്കും. 70 ദിവസമൊന്നും ആരും നിൽക്കത്തില്ല, തിരിച്ചു വരും, മറ്റു കാര്യങ്ങൾ നോക്കും. ഇദ്ദേഹം അവിടെ നിന്നു, മെനക്കെട്ടു. അതിന് അദ്ദേഹത്തിന് കുറെ കാര്യങ്ങളൊക്കെ കിട്ടി. അതിപ്പോ നോക്കുകയാണെങ്കിൽ അർജുനന്റെ കുടുംബത്തിന് നഷ്ടമാണ്, അർജുൻ മരിച്ചുപോയി, അതിന് പകരം ഭാര്യയ്ക്കൊരു ജോലി കിട്ടുന്നു. എന്നാലും നഷ്ടമാണ്. മനാഫിനെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഈ ഒരു അപകടം മൂലം ഉണ്ടാവുന്നു.
ഇത്രയും തുക ഒന്നും ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ കുടുംബവും മനാഫും തമ്മിലൊരു ഈഗോ ക്ലാഷിന്റെ അപ്പുറത്തേക്ക് ഇത് വലിയ കാര്യമായിട്ട് വലിച്ചയക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒന്ന്. പിന്നെ രണ്ടാമത് മനാഫ് പറഞ്ഞു മാനാഞ്ചിറ മൈതാനത്തെ വന്നിരിക്കാൻ ഞാൻ 1 രൂപയെങ്കിലും അനർഹമായിട്ട് സമ്പാദിച്ചിട്ടുണ്ട്, എന്നെ കല്ലെറിയാനൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തായാലും മനാഫിന് കുറെ സഹായ ഹസ്തങ്ങൾ വിളിക്കും. കാരണം ഒന്നും ഞാൻ ഈ വീഡിയോ ചെയ്ത് എന്നെ തന്നെ കുറെ ആളുകൾ പല കാര്യത്തിനും വിളിച്ചിട്ട് ഒരുപാട് പൈസ ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്തതിന്റെ പേരിൽ മാത്രം ഞാൻ മേടിച്ചിട്ടില്ല. അതുപോലെ എനിക്കറിയാവുന്ന ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് അവർക്ക് ഓഫർ തരാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. ഈ രീതിയിൽ മനാഫിനും വിളികൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ടാവും, സാമ്പത്തികം ഉൾപ്പെടെയുള്ളത്. അത് മേടിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. അത് നമ്മുടെ നാട്ടിലുള്ളതാണ്. ഒരാൾ ഹിറ്റായി വന്നാൽ അദ്ദേഹം കഷ്ടപ്പെട്ടാ വന്നെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഇത് ഒരു പക്ഷേ അർജുന്റെ കുടുംബം അറിഞ്ഞാണോ, ആ അർജുന്റെ കുടുംബത്തിന് കിട്ടേണ്ടത് മനാഫിന് കിട്ടുന്നു എന്നൊരു ചിന്ത ഉണ്ടായിക്കാണോ, അതായിരിക്കാം കാരണമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതുകൊണ്ട് ആ ഗുണം ഉണ്ടായത് എന്തായാലും 10,000 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് മനാഫിന്റെ ചാനൽ ഉയർന്നു. മനാഫ് ആ ചാനലൊക്കെ നേരെ നോക്കി നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു എക്സ്ട്രാ ഇൻകം കൂടി യൂട്യൂബിൽ നിന്ന് ലഭിക്കും. അല്ലാതെ നമ്മൾ ചില നന്മ ചെയ്ത മനുഷ്യരെ നന്മയായിട്ട് തന്നെ കാണാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമിക്കാനും മനുഷ്യൻ പഠിക്കുന്നിടത്താണ് മനുഷ്യത്വം ഉണ്ടാവുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ